ഉമ്മാൻ്റെ പോലെയും കണ്ടായിരുന്നു അജിനുള്ളത്. അപ്പോൾ എന്നപ്പോൾ കുറച്ച് പൈസ ആക്കിയിട്ട് ആ പൈസ കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ പൈസ കൊണ്ടാണ് കോളേജിൻ്റെ സ്ഥലം വാങ്ങിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ സർക്കാരിൻ്റെ അറിയാൻ തന്നെ അതാണ് എല്ലാം ഉൾക്കൊണ്ട ആളാണ് മഹാനായ ഭാരതം. എന്നമായൊരാളായി പോയാൽ മഹാനായ ടി ഉസ്താദ് അതാവുന്ന അവനെ ഓനെ നമ്മളൊക്കെ അതാവിതരാക്കി തന്നെ ഓനെ ആ വർക്കത്തും പ്രേമത്തൊക്കെ അതാവിതാരെ നമുക്കൊക്കെ സെറ്റാണ്. ഈ സഭയിൽ കൂടി വ്യക്തമുണ്ട് എന്നുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ടു ഓക്കെ അബ്ദുൾ റഷീദ് ഉസ്താദിനെ വിളിക്കുകയുണ്ട്. അതിൻ്റെ മുമ്പ് ചെറിയ ബഹുമാനപ്പെട്ട സലീം ഉസ്താദിൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു പ്രകാശനം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ദർസിലെ പൂർവ്വ വിദ്യാർത്ഥി അജ്മൽ സത്താഫി താമരശ്ശേരി രചിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിശദീകരിക്കുന്ന സുഗന്ധ പുഷ്പങ്ങൾ എന്നൊരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിനുമ്പ് ഫത്ഹുൽ മുഈൻ ഇൻഡെക്സ് അജ്മൽ സത്താഫി രചിച്ചിരുന്നു. അത് വളരെ ഉസ്താദുമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് സലീം ഉസ്താദിൻ്റെ ബഹുമാനപ്പെട്ട താങ്കൾ ശിഹാബുദ്ദീൻ ബുഖാരി അവർക്ക് നൽകിക്കൊണ്ട് അത് പ്രകാശനം ചെയ്യുകയാണ്. അജ്മൽ സഖാഫി വരി. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് കീഴിലുള്ള അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ഇമാം ഗസാലി അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ഒരു മാഗസിൻ ഹിസാദ്, അതും ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യാം. ബഹുമാനപ്പെട്ട ജമീലെ തങ്ങൾക്ക് അതിൻ്റെ കോപ്പി നൽകും. തങ്ങൾ അജ്മൽ സഖാഫിക്ക് അജ്മൽ സഖാഫിക്കുള്ള ഒരു മൊമെന്റ് ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകും. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين ഞാൻ ഫസ്റ്റായിട്ട് പോകുന്ന ഹജ്ജ് യാത്ര ആയതുകൊണ്ട് ദർസിനെ പറ്റി എനിക്ക് വല്ലാത്ത പേടി. എന്റെ ദർശനം കഴിച്ചിരും 40 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ ദർസ് എന്തായിത്തീരും, കുട്ടികളെന്തായിത്തീരും എന്ന ഒരു പേടി ടി ഉസ്താദിനോട് ഞാൻ പങ്കുവെച്ചു. മലപ്പുറത്ത് നിന്ന് മമ്പുറത്തേക്കുള്ള യാത്രക്കിടയിൽ അപ്പൊ എന്നോട് ഉസ്താദ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ അവർക്കൊരു നസീഹത്ത് കൊടുക്കും, എന്റെ ദർശനൊരു കുഴപ്പവും പറ്റൂല, ഇതൊന്നും പേടിക്കണ്ട.
എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. ഉസ്താദിന്റെ യാത്രയുടെ 4 ദിവസത്തിനുള്ളിൽ ഉസ്താദിന്റെ യാത്രയാണ്. പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. ഉസ്താദ് പല സ്ഥലങ്ങളിലും പോയി പല ആളുകളോടും കുടുംബങ്ങളും അതേപോലെ ഉസ്താദുമായി ബന്ധപ്പെട്ട പലരോടൊക്കെ യാത്ര ചോദിക്കുന്ന തിരക്കിനിടയിൽ ഈ നസീഹത്ത് മറന്നു. പക്ഷേ ഉസ്താദിന് ഓർമ്മ വന്നു. ദർശന മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിനെ വിളിക്കുകയും ചെയ്തു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരാൻ തിരൂരങ്ങാടി താഴേച്ചെറിയിലാണെന്ന് ഞാൻ ദർശനത്തുന്നത്, അങ്ങോട്ട് വരാൻ സമയമല്ല, കുട്ടികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അൽ-ഇഹ്സാനിൽ നിന്ന് വണ്ടി വിട്ട് ഉസ്താദ് തന്നെ കുട്ടികളെ ദർശയിലുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് ഒരു നല്ല നസീഹത്ത് ഇവിടെ വെച്ച് ഉസ്താദ് നടത്തിക്കൊടുത്തു. അങ്ങനെ ഉസ്താദ് വരാൻ ഹറമിൽ ഉസ്താദ് വരുമ്പോ നാട്ടിലുള്ള ഉസ്താദിന്റെ ഇബാദത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. രാത്രി 3 മണിക്ക് ഉസ്താദ് എഴുന്നേൽക്കും, ദീർഘനേരം ഖുർആൻ ഓതി തഹജ്ജുദ് നിസ്കരിക്കും. അതൊക്കെ നമ്മൾ ദർശനം കണ്ടിട്ടുണ്ട്. സബക്കുകൾ, തഫ്സീറുകളും ഹദീസുകളൊക്കെ ഓതുമ്പോൾ ദീർഘനേരം ഇരുന്ന് അത്തഹിയാത്തിന്റെ ഒരേ ഇരുത്തം ഇരുന്ന് 1.5 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഉസ്താദ് സബക്ക് നടത്തും. ആയത്തുകളൊക്കെ ഇങ്ങനെ ഉസ്താദിന്റെ അവതരണം കേൾക്കുമ്പോ ഇത് ഇന്നലെ ഇറങ്ങിയ ആയത്താണോ എന്ന് തോന്നിപ്പോകുമാറ രീതിയിൽ വലിയ അവതരണമായിരിക്കും ഉസ്താദിൻ്റെത്. ഒരിക്കലും മടുപ്പ് വരില്ല, ആരും ഉറങ്ങാറുമില്ല. ശ്രദ്ധയോടെ ഉസ്താദിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. 1 മണിക്കൂറായാലും 1.5 മണിക്കൂറായാലും ആരും ഉറങ്ങുന്ന ഉസ്താദിന്റെ സബക്കിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഉസ്താദിന്റെ ക്ലാസുകളും ഉസ്താദിന്റെ വിഭാഗത്തുകളും ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രൂപമൊന്നല്ല. ഹറമിലെത്തിയപ്പോ ഉസ്താദിന്റെ രീതി രാത്രി 2 മണിക്ക് ഉസ്താദ് എഴുന്നേറ്റ് പോവുക. ഏത് ഉസ്താദ് എന്ന് ഓർക്കണം, 63 വയസ്സുള്ള ഉസ്താദ്, 28ാമത്തെ ഹജ്ജ് ചെയ്യുന്ന ഉസ്താദ്, 63 വയസ്സുള്ള ഉസ്താദ്, 28ാമത്തെ ഹജ്ജ് ചെയ്യുന്ന ഉസ്താദ് രാത്രി 2 മണിക്ക് ഹറമിൽ, മക്ക ഹറമിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. ആ എഴുന്നേറ്റ് പോകുന്ന ഉസ്താദ് പിന്നെ വരുന്നത് ഉച്ചക്ക് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് ദീർഘനേരത്തെ നിസ്കാരത്തിന് ശേഷം. ഞാന് 1-2 ദിവസമൊക്കെ ഉസ്താദിന്റെ റൂമിൽ നാസ്ത എടുത്ത് വെച്ച് കാത്തിരുന്നു. ഒരു ദിവസം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നാസ്ത എടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം ഉസ്താദ് വന്നു. ഉസ്താദ് നാസ്ത കഴിച്ചു. ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ നല്ല കറിയും നല്ല ഭക്ഷണമൊക്കെയാണ്. ഞാൻ പറഞ്ഞു മട്ടൻ കറിയാണ് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, അതെ മട്ടനാണ്, നല്ല മട്ടുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഉസ്താദ് ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ ഉസ്താദ് പറഞ്ഞു, ഇനി എനിക്ക് നാസ്ത എടുത്ത് വെക്കേണ്ടതില്ല. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഉസ്താദ് ഭക്ഷണം ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലല്ല. ഉസ്താദ് ഇബാദത്തിലുള്ള ലദ്ദത്ത് മാത്രമല്ല, അന്നത്തെ ഞങ്ങളെ റൂമുള്ളത് ഹറമിനോട് 1-ാം ഗേറ്റിൽ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ ഇങ്ങോട്ട് നടക്കേണ്ട വളരെ അടുത്താണ്, വളരെ അടുത്ത്. ഹറമിന്റെ മുറ്റത്ത് തന്നെ റൂമാണ്. എന്നിട്ട് പോലും ഉസ്താദ് റൂമിലേക്ക് വരുന്നില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. 63ാമത്തെ വയസ്സാണ്, 28ാമത്തെ ഹജ്ജാണ്. ഉച്ചക്കാ തിരിച്ചു വരുന്നത്.
മറ്റെവിടെങ്കിലും പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ റൂമിൽ തന്നെ വരാലോ, റൂമിൽ നല്ല ഫുഡ് ഉണ്ടല്ലോ. പക്ഷേ ഉസ്താദ് ആ ഫുഡിനൊന്നും വില കൽപ്പിക്കുന്നില്ല, അതിനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഉസ്താദ് ഇബാദത്തിൽ തന്നെ. അതിനിടയിൽ ഉസ്താദിന് കാലിന് വേദന, നെരിയാണിന്റെ ഭാഗത്ത് വേദന. അപ്പൊ എന്നോട് പറഞ്ഞു, കാലിന്റെ നെരിയാണിന്റെ ഭാഗത്ത് വേദന ഉണ്ട്, എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകാറില്ല. അപ്പോ ഞാൻ ചോദിച്ചു, എന്താ ചെയ്യാം? അതൊന്നും ചെയ്യാനില്ല, ദുആഉൽ ഖുർബ് ചെല്ലുന്നു. ദുആഉൽ ഖുർബ് ഉസ്താദിനൊരു ഹരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് എന്നെ പഠിപ്പിച്ചതും ഉസ്താദാണ്. ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ചോദിച്ചു വെക്കും. അപ്പൊ ദുആഉൽ ഖുർബ് പറയുമെന്നാ ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അത് എഴുതി തന്നു. അത് എഴുതാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, അത് പഠിച്ചതിന് ശേഷം കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഉസ്താദ് എഴുതി പഠിപ്പിച്ചു ദുആഉൽ ഖുർബ്. ദുആഉൽ ഖുർബിൽ വല്ലാത്തൊരു വിശ്വാസമാണ്. എന്നോട് പറഞ്ഞു, ദുആഉൽ ഖുർബ് ഇല്ല, വേറൊന്നുമില്ല, വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഉസ്താദ് പിന്നെ ആ വേദനയെ പറ്റി പറഞ്ഞില്ല. അങ്ങനെ 20 ദിവസം മക്കയിൽ ഈ പറഞ്ഞ രീതിയിൽ രാത്രി 2 മണിക്ക് പോയി. അങ്ങനെ ഉച്ചക്ക് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം നിസ്കരിച്ച് വന്ന് 1 മണിക്കൂർ കടന്ന് വീണ്ടും 3 മണിക്ക് എഴുന്നേറ്റ് ഹറമിൽ പോയി. രാത്രി ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വളരെ നേരം ദീർഘമായ സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് ഉസ്താദ് റൂമിൽ വന്നൊരു ചെറിയ സമയം കടന്ന് വീണ്ടും ഇങ്ങനെ പോവുക. 20 ദിവസവും ഇങ്ങനെ തന്നെ. ശേഷം മദീനയിലെത്തി. മദീനയിലെത്തിയപ്പോ ഉസ്താദ് രാവിലെ, ഞങ്ങൾ രാവിലെയാണെന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് മദീനയിൽ എത്തുന്നത്. അതിരാവിലെ 8 മണി സമയത്ത് ഉസ്താദ് ഹറമിലേക്ക്, മദീന ഹറമിലേക്ക് പോയി. മദീന ഹറമിലേക്ക് രാവിലെ 8 മണിക്ക് പോയ ഉസ്താദ് വെള്ളിയാഴ്ച ദിവസം അന്ന് ഉസ്താദ് തിരിച്ചു വരുന്നത് വൈകുന്നേരം 5 മണിയാകുന്ന സമയത്താണ്. ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇത്ര സമയം എവിടെയായിരുന്നു? ഉസ്താദിന്റെ മറുപടി, ഞാൻ റൗളയിലായിരുന്നു. നിങ്ങൾ നോക്ക്, അന്ന് അങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നു. റോദ ദീർഘനേരം റോദയിലൊക്കെ ഇരിക്കൽ നടക്കുമായിരുന്നു. അന്ന് 2004 അപ്പൊ ഉസ്താദ് രാവിലെ അങ്ങോട്ട് കയറി റൗദയിൽ ഇരുന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് ഉസ്താദ് ഇറങ്ങി വരിക. പോകുമ്പോ ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ടില്ല. രാത്രി യാത്രയിൽ ഞങ്ങൾക്ക് മക്കയിൽ നിന്ന് പാക്ക് ചെയ്ത് കിട്ടിയ ചെറിയൊരു ഭക്ഷണം, അത് മാത്രം കഴിച്ചതാണ്. ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യുന്നില്ല. ഈ ഉസ്താദ് 5 മണിക്ക് വരിക. എവിടെയായിരുന്നു ഉസ്താദേ ഇത്ര സമയം എന്ന് ചോദിച്ചപ്പോ റൗദയിലായിരുന്നു. നോക്കി നിങ്ങൾ, എത്ര മണിക്കൂറുകളാണ്, നീണ്ട സമയം റൗദയിൽ കഴിച്ചുകൂട്ടി. മദീനയിലും ഈ രൂപത്തിൽ തന്നെ. അതിനിടയിൽ മക്കത്ത് വെച്ച് എന്നോട് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി പോയി. 2 തവണ പോയി നോക്കി, സാധിക്കുന്നില്ല, തിരക്കാണ്. അങ്ങനെ ഞാൻ സംസം കുടിച്ച് ഹജറുൽ അസ്വദ് മുത്താൻ പോയി. അൽഹംദുലില്ലാഹ്, എനിക്ക് 2 തവണ ഹജറുൽ അസ്വദ് മുത്താൻ അവസരം കിട്ടി. ആ
ആ യാത്രയിൽ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, മാവു സംസം ലിമാ ശുരിബലഹു, സംസം വെള്ളം എന്തൊരാവശ്യത്തിന് എന്തൊരു ലക്ഷ്യത്തിന് കുടിക്കുന്നോ ആ കാര്യം സാധിക്കും. മുത്തസിലും മുൻഫസിലുമായ ലക്ഷ്യങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കാം. നമ്മുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് സംസം കുടിക്കാൻ പറ്റുമെന്ന് ഒരുപാട് തവണ ആ യാത്രയിൽ എന്നെ ഉസ്താദ് ഉണർത്തിയിട്ടുണ്ട്. ഉസ്താദ് ഹജറുൽ അസ്വദ് മുത്താനുള്ള അവസരം കിട്ടിയതും സംസം കുടിച്ചത് കൊണ്ടാണെന്ന് ഉണർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ടി ഉസ്താദ് മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ ദുൽഹുലൈഫയിലെത്തി. അവിടെ വെച്ച് ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തു. ഉസ്താദ് മറ്റൊരു ബസ്സിലും ഞാനൊരു ബസ്സിലായിരുന്നു. ഉസ്താദിന്റെ ബസ് നേരത്തെ മക്കയിലെത്തി. ഞങ്ങൾ മക്കയിലെത്തുമ്പോഴേക്ക് ഉസ്താദ് ഹറമിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ റൂമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഉസ്താദ് ഹറമിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ എത്തിച്ചേറിയ ഒരു സമയമാകുമ്പോഴേക്ക് ഉസ്താദ് ഖുദൂമിന്റെ തവാഫും ഹജ്ജിന്റെ ഫർളായ സഅയും ചെയ്ത് ഉസ്താദ് റൂമിൽ തിരിച്ചെത്തി. ഖുദൂമിന്റെ തവാഫ് ചെയ്ത് ഹജ്ജിന്റെ ഫർളായ സഅയും ചെയ്ത് ഉസ്താദ് എത്തി. ഉസ്താദിന്റെ മുഖത്ത് ക്ഷീണല്ല. ദുൽഹിജ്ജ 6, ദുൽഹിജ്ജ 7 അന്ന് ഞങ്ങളെ താമസിക്കുന്ന ഭാഗത്ത് ഒരു ഭാഗത്ത് വെള്ളത്തിന്റെ ശല്യം വന്നപ്പോ ലഗേജുകൾ മാറ്റാൻ പറഞ്ഞു. ആ ലഗേജുകൾ മാറ്റാൻ ഉസ്താദ് മുന്നിട്ടിറങ്ങുന്നു. ഉസ്താദ് ഹജ്ജിന് കാശ് കൊടുത്ത് വന്ന ഒരു ഹാജിയാണ്. എന്നെ പോലെ അമീറായി പോയതല്ല. പക്ഷേ ഉസ്താദ് ആളുകൾക്കൊപ്പം നിന്ന് ഈ ലഗേജ് മാറ്റാൻ സഹായിക്കുന്നു. ചെറിയൊരു പനിയുള്ളത് കൊണ്ട് ഞാൻ കിടക്കായിരുന്നു. ആ സമയത്ത് അൽ ഇഹ്സാനിൽ നിന്ന് നമ്മുടെ ഹാമിദ് മുസ്ലിയാർ എനിക്ക് ഫോൺ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദിനെ കിട്ടണം. ഞാൻ ഹാമിദ് മുസ്ലിയാരുടെ ഫോൺ കൊടുക്കാൻ ഉസ്താദിന്റെ റൂമിൽ ചെന്നു. ഉസ്താദ് റൂമിലില്ല. അപ്പൊ ഞാൻ ഉസ്താദിനെ ഇങ്ങനെ തേടി നടക്കുമ്പോ ഉസ്താദ് താഴെ ആളുകൾക്ക് ലഗേജ് മാറ്റിക്കൊടുക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് ഉസ്താദിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഹാമിദ് മൗലവി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഹാമിദ് മൗലവിയുമായി ദീർഘനേരം ഉസ്താദ് സംസാരിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ലഗേജ് മാറ്റുന്ന സ്ഥലത്തേക്ക് തന്നെ വരുന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഞാൻ നിന്നോളാം, ഉസ്താദ് റൂമിൽ പോകണം. എന്നോട് പറഞ്ഞു, എനിക്ക് പനിയാണ്, നാളെ മറ്റന്നാൾ അറഫയാണ്, ക്ഷീണായാൽ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി പോകും, അതുകൊണ്ട് നീ മുകളിലേക്ക് പോ. എന്നെ പറഞ്ഞേക്കാൻ ശ്രമിച്ചു. ഞാൻ പോയില്ല. ഞാൻ അവിടെ നിന്നു. പോകാതെ വന്നപ്പോ ഉസ്താദ് അവിടെ നിന്ന് മാറി ലിഫ്റ്റിന്റെ ഭാഗത്ത് വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആളുകൾക്ക് ലിഫ്റ്റിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുക. അതേപോലെ ലിഫ്റ്റ് മുകളിലെത്തുമ്പോ റൂമിലേക്ക് ഈ ലഗേജുകൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. ഓരോ ഹാജിയോടും റൂമിൽ ചെന്ന് ഉസ്താദ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ലഗേജ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അമീറായി പോയ ഉസ്താദല്ല, ഹാജിയായി കാശ് കൊടുത്തു വന്ന ഉസ്താദാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉസ്താദ് മഗ്രിബ് കൊടുക്കുമ്പോഴേക്കും ഞങ്ങളോടൊക്കെ ഒരുങ്ങാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരുങ്ങി, വുളു എടുത്തൊരുങ്ങി, ബാങ്ക് കൊടുത്തു, ഉടനെ നിസ്കാര. മഗ്രിബും ഇശാവും നിസ്കരിക്കുകയാണ്. ഉസ്താദ് ഇമാമത്ത് നിൽക്കുന്നു.
ഇമാമത്ത് നിന്നിട്ട് ഉസ്താദ് നല്ലപോലെ ഖുർആൻ പാരായണം ചെയ്ത് ഉസ്താദ് നിസ്കരിക്കുകയാണ്. ഉസ്താദിന് ക്ഷീണല്ല, തകർച്ചയില്ല, രോഗങ്ങളൊന്നുമില്ല. രോഗത്തിന്റെ ഒരു ലക്ഷണവും ഞങ്ങൾക്ക് ആർക്കും കാണുന്നില്ല. ഉസ്താദ് ഇമാമത്ത് നിന്ന് വളരെ നല്ല റാഹത്തിന് ഇമാമത്ത് നിസ്കരിക്കുന്നു. നിസ്കാര ശേഷം ദുആ കഴിഞ്ഞ് തൽബിയത്തൊക്കെ ചൊല്ലി ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, നിങ്ങൾ ഈ തണുപ്പൊക്കൊന്നിനി വിടണം, ആർക്കും ആരെയും നോക്കാൻ കഴിയണമെന്നില്ല. നാളെ മറ്റന്നാൾ അറഫയാണ്, അതുകൊണ്ട് ഈ തണുപ്പൊക്കൊന്ന് വിട്ട് ഒരു ജാഗ്രതയും ഒരു ശ്രദ്ധയും വേണമെന്ന് ഉപദേശിക്കുകയാണ്. ആ ഉപദേശം നടക്കുന്നതിനിടയിൽ വരിവരിയായി വെച്ച സംസമിന്റെ കേനുകൾക്കിടയിൽ നിന്ന് അന്ന് 10 ലിറ്റർ കൊണ്ടുവരാൻ പറ്റും. 10 ലിറ്ററിന്റെ കേനുകൾ ഇങ്ങനെ വരിവരിയായി അടുക്കി ഇങ്ങനെ മേലെ മേലായി വെച്ചിരിക്കുകയാണ്. ആ കേനുകൾക്കിടയിൽ നിന്ന് സെന്ററിൽ നിൽക്കുന്ന ഒരു നിലക്കും വീഴാൻ സാധ്യതയില്ലാത്ത ഒരു സംസമിന്റെ കേന് താഴേക്ക് വീഴുന്നു. വീഴുമ്പോഴേക്ക് കുറ്റാളൂർക്കാരനായ ബാബ അതിങ്ങോട്ട് പിടിക്കുന്നു. താഴെ വീണില്ല, സംസം കേന് പൊട്ടിയില്ല. ഞങ്ങളൊക്കെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ നടുവില് സംസം കേന് മാത്രം വീണു? ഒരു നിലക്കും വീഴാൻ സാധ്യതയില്ലാത്തതാണല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും ഇതിലുള്ള രഹസ്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ എന്നും ആലിക്കുട്ടി മുസ്ലിയാരും ബാബയും മിനയിലെ തമ്പ്, ആ തമ്പ് അതിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ പോവുക. അവർ കാറിലാണ് പോകുന്നത്, ഉസ്താദും അവരെ കൂടെ പോവുക. അപ്പോ ഉസ്താദിന്റെ ലഗേജ് ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഉസ്താദിനും അവർക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം പാക്ക് ചെയ്തവരെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഈ ഭക്ഷണവുമായി അവര് മിനയിലേക്ക് പുറപ്പെട്ടു. കാറിൽ കേറി കുറച്ചങ്ങോട്ട് പോകുമ്പോ സാദ് പറയാ, എന്റെ ഈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് നിന്നൊരു വേദന വരുന്നുണ്ട്. തുടർന്ന് ഉസ്താദ് പറയാണ്, സാരല്ല, ഞാൻ ദുആഉൽ ഖുർബ് ചൊല്ലാണ്. അങ്ങനെ ഉസ്താദ് ദുആഉൽ ഖുർബ് ചൊല്ലാൻ തുടങ്ങി. ദുആഉൽ ഖുർബ് അങ്ങനെ ചൊല്ലി ഉസ്താദ് മിനയില് വണ്ടി എത്തുന്നത് വരെ ഉസ്താദ് ദുആഉൽ ഖുർബിലാണ്. لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. എത്ര വലിയ ദിക്റാ! ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ചൊല്ലിയ എണ്ണത്തിന് കണക്കില്ല. അത്രയും നേരം ഉസ്താദ് ചൊല്ലി. മിനയിൽ കാറെത്തി. റൂമിന്റെ അടുത്തേക്ക് ഒരൽപ്പം നടക്കണം. ഉസ്താദ് മുന്നിൽ നടക്കുന്നു, ആലിക്കുട്ടി മുസ്ലിയാരും ബാബയും പിന്നിൽ നടക്കുന്നു. ഉസ്താദിന്റെ കൂടെ നടന്നിട്ട് എത്തുന്നില്ല. അപ്പൊ ഉസ്താദ് പറയാ, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ, ചെറുപ്പക്കാര്, തെൽബിയത്തൊന്ന് ചൊല്ലിയോ, സ്പീഡിലൊന്ന് നടന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക
ഈ തൽബിയത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ആലിക്കുട്ടി മൊലിയാര് പറഞ്ഞു, സാറേ ഒരു ഉന്തുവണ്ടി, ആ ഉന്തുവണ്ടിയിൽ ഈ ലഗേജ് വെച്ചാല് നടത്തത്തിനൊരു സ്പീഡ് കിട്ടും. ഉസ്താദിന്റെ ലഗേജിന്റെ കയ്യിലാണ്, അവരെ കയ്യിൽ ലഗേജ് ഉണ്ട്. അപ്പോ ഉസ്താദ് പറഞ്ഞു നല്ല കാശ് കൊടുക്കേണ്ടി വരും, എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞ് ഈ ഉന്തുവണ്ടിക്കടുത്ത് വെച്ച് അങ്ങോട്ടൊന്ന് ഉന്താന്, ഞങ്ങളെ ലഗേജൊന്ന് വെച്ച് ഉന്താൻ എത്രയാണ് കാശ് എന്ന് ആലിക്കുട്ടി മൊലിയരും ബാബയും ചോദിക്കുന്നതിനിടയിൽ ഉസ്താദ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ഇത് പറയുന്നു. ഉസ്താദ് ഇങ്ങോട്ട് വീഴാൻ പോകുമ്പോഴേക്ക് ബാബ ഉസ്താദിനെ താങ്ങിപ്പിടിക്കുന്നു. മിനയിലെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് വെച്ച നേരെ ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നു. തൊട്ട് മുന്നിൽ മിനയിലെ ഒരു ഡിസ്പെൻസറിയുടെ തൊട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നേരെ ഉസ്താദിനെ അവിടേക്ക് അങ്ങോട്ടെടുക്കുന്നു. ഉസ്താദ് ഈ വീഴാൻ പോകുന്ന സമയത്ത് തന്നെ അല്ലാഹു നിശ്ചയിച്ച അവധി ഉസ്താദിന് കഴിഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ അലംഘനീയമായ ഖളാ നടന്നിരുന്നു. മിനാ എന്ന പരിശുദ്ധമായ ഭൂമിയിൽ മുഹരിമായി ഉസ്താദ് വഫാത്താവുകയാണ്. തൊട്ട് മുമ്പ് ചൊല്ലിയതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറ്റമില്ലാത്ത തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. പിന്നെന്താ ചൊല്ലിയത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അഹ്വേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു. 28ാമത്തെ ഹജ്ജ്. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു. അല്ലാഹുവിനെ വാഴ്ത്തി യാ ഹയ്യു യാ ഖയ്യൂം ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞ ആ വലിയ ദിക്റും ചൊല്ലി ഉസ്താദ് വഫാത്താകുന്നു. ഒരു ചെറിയ സമയം, ഒരു 10-15 മിനിറ്റാകുമ്പോഴേക്ക് ഉസ്താദിന്റെ ജനാസന്റെ അടുക്കലേക്ക് ഞാൻ എത്തുന്നു. ബഹുമാനപ്പെട്ട PKM സഖാഫി ഉസ്താദ് അവരും ആ സമയത്ത് ഉസ്താദിന്റെ ജനാസന്റെ അടുക്കലേക്ക് എത്തുന്നു. ഉസ്താദിന്റെ ജനാസ തലമറക്കാതെ ഇങ്ങനെ കിടക്കുക. അപ്പൊ PKM സഖാഫിയും ഞാനിങ്ങനെ ചിന്തിച്ചു, താട കെട്ടണ്ടേ? ഉസ്താദിന്റെ വായ അതൊക്കെ വളരെ റെഡിയായി, പുഞ്ചിരിക്കുന്ന മുഖം, സുന്ദരമായ മുഖം. ഇത്ര സുന്ദരമായ രീതിയിൽ ഉസ്താദിന്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും പ്രശോഭിതമായ മുഖം. ആ മുഖത്തോടെ ഉസ്താദ് ഇങ്ങനെ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു, താട കെട്ടണ്ടേ? സംസാരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട PKM സഖാഫി അവരുടെ തട്ടത്തിന്റെ ഒരു ഭാഗമോട്ട് എടുത്തിട്ട് ഉസ്താദിന്റെ താട കെട്ടുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ ജനാസ ആ മിന ഹോസ്പിറ്റലിലേക്ക് അവിടെ വന്ന ആ വർഷം ഹജ്ജിന് വന്ന മഹത്തുക്കളൊക്കെയും വരികയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ വർഷം ഹജ്ജിനുണ്ട്. ഉസ്താദ് ജനാസയുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്റെ എല്ലാമെല്ലാമായ ബദർ സദാത്ത് ഉസ്താദ് അവர்கள் ഹജ്ജിനുണ്ട്. ഉസ്താദ് ഓടിയെത്തി. ബഹുമാനപ്പെട്ട മുക്കം കരീം ഉസ്താദും ബഹുമാനപ്പെട്ട
ശിഹാബുദ്ദീൻ ബുഖാരിയും ഒരുമിച്ച് അവരും ഓടിയെത്തി. അങ്ങനെ ഉലമാക്കൾ ഓരോരുത്തരായി ആ ജനാസകൾക്ക് അടുത്തേക്ക് ഇങ്ങനെ വരിക. ആ ജനാസ കണ്ടിട്ട് അത്ഭുതത്തോടെ കണ്ണിന്റെ ഇടപെട്ടാതെ എല്ലാവരും നോക്കി നിൽക്കുക. എന്തൊരു നല്ല മരണം, ആരും കൊതിക്കുന്ന മരണം.